ഹലോ വെൽക്കം ബാക്ക് ടു എൽനാസ് വേൾഡ്. ഇന്നൊരു അടിപൊളി വാൾ ഡെക്കർ വീഡിയോ ആണ്. വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് എങ്ങനെ സിമ്പിളായൊരു വാൾ ഡെക്കർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം കാർഡ്ബോർഡ് പീസ് എടുക്കുന്നുണ്ട്. അതിൽ 2 സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് വലുതും അതിനേക്കാളും ചെറുതായി മറ്റൊന്ന്. സർക്കിൾ വരച്ച ഭാഗത്തായി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കളർ ചെയ്തെടുക്കാം. ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഈ സർക്കിളിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് ചെയ്തെടുക്കാം. ഇത് സർക്കിൾ കംപ്ലീറ്റ് ആയി കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് മെഡിസിൻ സ്ട്രിപ്സ് ആണ്. മെഡിസിൻ സ്ട്രിപ്പ് എടുത്ത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ കുറേ അധികം കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കനമുള്ളൊരു പേപ്പർ വേണം. ഈ ബുക്സിൻ്റെ പുറംചട്ട പോലെയുള്ളത് എൻ്റെ കയ്യിൽ കിട്ടിയത് ഇൻവിറ്റേഷൻ കാർഡാണ്. അതിലേക്ക് ഈ കോയിൻ്റെ സൈസിൽ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നേരത്തെ വെട്ടിവെച്ചത് ഓരോന്നായി ഈ റൗണ്ട് ഷേപ്പിലേക്ക് ഹോട്ട് ഗ്ലൂ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒരെണ്ണത്തിൽ ഒരു 3 എണ്ണമൊക്കെ ഒട്ടിച്ചാൽ മതിയാവും. ഒരു ഫ്ലവറിൻ്റെ സൈസിലാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ഇത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്യണം. ഞാൻ എടുത്തിരിക്കുന്നത് ക്രിംസൺ റെഡ് കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഞാൻ ഈ പെറ്റൽസിനെല്ലാം കളർ ചെയ്തെടുക്കുകയാണ്. ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ഞാൻ കളർ ചെയ്യുന്നു, ബാക്കിലൊന്നും കളർ ചെയ്യുന്നില്ല. ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് ഞാൻ കളർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അലുമിനിയം ഫോയിൽ ഷീറ്റാണ്. അലുമിനിയം ഫോയിൽ ഷീറ്റിനെ കൈവച്ച് ചെറുതായൊന്ന് ബോൾ പോലെ ഉരുട്ടിയെടുക്കണം. ഇനി ഈ അലുമിനിയം ഫോയിൽ ബോൾസിനെല്ലാം ആ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ഹോട്ട് ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇത് തന്നെ വേണമെന്നില്ല, വലിയ ബീഡ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കിയ ഫ്രെയിമിലോട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഹോട്ട് ഗ്ലൂ വെച്ച് ഞാൻ ഈ ഫ്ലവേഴ്സ് എല്ലാം ആ ഫ്രെയിമിലോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്.
ഒരു വശത്ത് മാത്രമാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നത്. മേലെയുള്ള ഒഴിഞ്ഞെടുക്കുന്ന വശത്ത് ഇതുപോലുള്ള സ്റ്റോൺസ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റോൺസ് ഇതുപോലെ ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.